സൈലം ലേണിംഗ് അടുമാ മിസ്സാണേ. നമുക്ക് ഇന്നൊരു ചോദ്യം പഠിച്ചു നോക്കിയാലോ? നിങ്ങൾക്ക് എല്ലാവർക്കും അല്ലേ ആദ്യമായിട്ട് നിങ്ങൾ എഴുതാൻ വേണ്ടി പോകുന്ന ഒരു പരീക്ഷ വരാൻ വേണ്ടി പോവുകയല്ലേ? ഈ ഓണത്തിന് ഒരുപാട് പരീക്ഷകളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവും കേട്ടോ. ആദ്യമായിട്ട് എഴുതുന്ന പരീക്ഷ ആയതുകൊണ്ട് തന്നെ മക്കൾക്ക് ചില കുറേ കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടാവില്ലേ? അതൊക്കെ മാറ്റിത്തരാൻ വേണ്ടിയിട്ട് ടീച്ചേഴ്സ് എന്ത് ചെയ്യാണ്, ഓരോ ചോദ്യങ്ങളായിട്ട് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരികയാണ്. ചെറിയ ചെറിയ ചോദ്യങ്ങളാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയിട്ട് ഉത്തരം എഴുതാൻ വേണ്ടി ശ്രമിക്കണേ. നമുക്കൊന്ന് നോക്കി നോക്കാം നിങ്ങൾക്ക് ഉത്തരങ്ങൾ പറയാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത്. നിങ്ങൾ എന്ത് ചെയ്യുക, ഈ വീഡിയോ കാണുന്ന സമയത്ത് എല്ലാവരും എന്ത് ചെയ്യുക, ഒന്ന് ആലോചിച്ച് നോക്കുക. പിന്നെ ഇപ്പോഴത്തെ മക്കൾ എല്ലാവരും നല്ല മിടുക്കന്മാരാണ് അല്ലേ? LKG-യിലും UKG-യിലും ഒക്കെ നിങ്ങൾ കുറേ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ ഇനി എന്തൊക്കെ കാര്യങ്ങളല്ലേ നമുക്ക് ചോദ്യങ്ങളായിട്ട് വരുമ്പോൾ എങ്ങനെയൊക്കെ എഴുതാം എന്നുള്ളത് നമുക്കൊന്ന് ആലോചിച്ച് നോക്കിയാലോ? അപ്പൊ ഇതാണ് ചോദ്യം. നിങ്ങൾ മുത്തശ്ശി മാവിനെ കണ്ടോ? ഇവിടെ ഒരു മുത്തശ്ശി മാവ് ഇരിപ്പുണ്ട് അല്ലെ? നല്ല ഭംഗിയുള്ള ഒരു മുത്തശ്ശി മാവല്ലേ? ഈ മുത്തശ്ശി മാവിനെ നിങ്ങൾ കാണുന്നില്ലേ? യെസ്, മുത്തശ്ശി മാവിന്റെ ചിലകൾക്കൊക്കെ അല്ലെ, ഇലകൾക്കൊക്കെ ഏതാണ് നിറമുള്ളത്? നല്ല പച്ച നിറമുണ്ടല്ലേ? മുത്തശ്ശി മാവ് നിങ്ങളെ നോക്കിയിട്ട് എന്ത് ചെയ്യാണ്, ഇങ്ങനെ കണ്ണിറുക്കാൻ വേണ്ടി നോക്കുകയാണ്. അപ്പൊ നമ്മളോട് ചോദിച്ചിരിക്കുന്നത്, മുത്തശ്ശി മാവ് ഞങ്ങൾക്കായിട്ടല്ലേ ഒരുപാട് സഹായങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ, എന്തെല്ലാമാണെന്ന് പറയാമോ? എന്തൊക്കെയാണ് മുത്തശ്ശി മാവ് നമ്മൾക്ക് വേണ്ടി ചെയ്തു തരുന്ന സഹായങ്ങൾ എന്നാണ് എൻ്റെ കൂട്ടുകാര് പറയേണ്ടത്. എന്തൊക്കെ സഹായങ്ങളായിരിക്കും നമ്മുടെ മുത്തശ്ശി മാവ് നമുക്ക് വേണ്ടിയിട്ട് തരുന്നുണ്ടാവുക? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, എന്തൊക്കെ തരും എന്നുള്ളത് അല്ലേ? ആലോചിച്ച് നോക്കിക്കേ. നമുക്ക് മുത്തശ്ശി മാവ് എന്ത് ചെയ്യും? മാങ്ങ തരും അല്ലേ? മാങ്ങ തരും. അപ്പൊ നമുക്ക് എഴുതാം, മുത്തശ്ശി മാവ് നമുക്ക് മാങ്ങ തരും. മാങ്ങ മാത്രമാണോ തരുന്നത്? നിങ്ങൾ എല്ലാവരും ഒന്ന് ചിന്തിച്ചു നോക്കൂ. മാങ്ങ മാത്രമാണോ നമുക്ക് കിട്ടുന്നത്? അല്ല അല്ലേ? മുത്തശ്ശി മാവ് എന്ത് ചെയ്യാറുണ്ട്? നമ്മൾ വല്ലാതെ ക്ഷീണിച്ചിരിക്കുന്ന സമയത്ത് അല്ലെ നമുക്ക് തണല് തരുന്നുണ്ട് അല്ലെ? നമുക്ക് അതിന്റെ ചുവട്ടിൽ പോയിരുന്നാൽ അല്ലെ നമുക്ക് തണൽ തരും. എന്ത് തരും? തണല് തരുന്നുണ്ട്. തണല് തരും. അപ്പൊ മാങ്ങ തരും, തണല് തരും. പിന്നെയോ നമ്മൾ എന്ന് പറയുമ്പോൾ അല്ലെ, നമ്മൾ മനുഷ്യന്മാർക്കാണ് ഈ മാങ്ങയും തണലൊക്കെ തരുന്നത്. വേറെ ജീവികൾക്കായിട്ട് എന്തെങ്കിലും സഹായങ്ങൾ ചെയ്യുന്നുണ്ടോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി കൂട്ടുകാരെ. ഈ മാവിനകത്തുള്ള മാങ്ങ എന്ന് പറയുന്നത് നമ്മൾ മനുഷ്യന്മാർക്ക് വേണ്ടി മാത്രം ഉള്ളതാണോ? അല്ല. ഈ മാവ് തണല് തരുന്നത് നമ്മൾ മനുഷ്യന്മാർക്ക് മാത്രമാണോ? അല്ല. ഈ മാവ് എല്ലാ ജീവികൾക്കും വേണ്ടിയിട്ടാണല്ലേ മാങ്ങ ഉണ്ടാക്കുന്നത്. ഈ മാങ്ങ ഉണ്ടാക്കുന്ന സമയത്ത് അല്ലെ അത് എല്ലാവർക്കും കഴിക്കാൻ സാധിക്കും അല്ലെ? അപ്പൊ ഇത് തിന്നാൻ വേണ്ടി കിളികൾ വരാറുണ്ട്. അതേപോലെ തന്നെ അല്ലെ വേറെയും ഒരുപാട് ജീവികൾ വരാറുണ്ട്. മാവിലൂടെ ഇങ്ങനെ ഉറുമ്പുകൾ പോകുന്നത് നിങ്ങൾ കാണാറില്ലേ? നമ്മൾ മാങ്ങ പറിക്കുമ്പോൾ തന്നെ അല്ലെ നമ്മളെ ചിലപ്പോൾ എന്ത് ചെയ്യും, ഉറുമ്പ് കടിക്കാറുണ്ട്. കാരണം എന്താ? ഈ മാങ്ങ തിന്നാൻ വേണ്ടിയിട്ട് ഉറുമ്പ് അവിടെ വന്നിട്ടുണ്ട്. മാത്രമല്ല ഒരുപാട് പക്ഷികൾക്ക് കൂടെ ഒരുക്കാനുള്ള സൗകര്യം നൽകുന്നത് ആരാണ്? ഈ മുത്തശ്ശി മാവ് തന്നെയാണ് അല്ലേ? നിങ്ങൾ മാവിന്റെ കൊമ്പിലേക്കൊക്കെ നോക്കിക്കേ, അവിടെ കാക്ക ചിലപ്പോൾ മുട്ടയിട്ട് ഇരിപ്പുണ്ടാവും അല്ലേ? അല്ലെങ്കിൽ വേറെയും കിളികൾ മുട്ടയിട്ട് ഇരിപ്പുണ്ടാവും. മാത്രമല്ല ചിത്രശലഭങ്ങൾ അതിന് ചുറ്റും ഇങ്ങനെ പറക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? പൂമ്പാറ്റകൾ ഇങ്ങനെ പാറി നടക്കുന്നുണ്ടാവും. കാരണം എന്താ? പൂമ്പാറ്റയ്ക്ക് ഒത്തിരി ഇഷ്ടമാണ്. അപ്പൊ ഒരുപാട് ജീവികൾ ഈ മാവിനകത്ത് താമസിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായോ? പക്ഷികൾ മാത്രമായിരിക്കത്തില്ല അല്ലെ, അണ്ണാൻ കൂട് കൂട്ടിയിട്ടുണ്ടാവും. അണ്ണാനും എന്ത് ചെയ്തിട്ടുണ്ടാവും? ഈ പൊത്തിനുള്ളിൽ ഒളിച്ചിരിപ്പുണ്ടാവും അല്ലെ? അപ്പൊ നമ്മുടെ മുത്തശ്ശി മാവ് എല്ലാവർക്കും ഒത്തിരി സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിച്ചല്ലേ? ഇനി ചിലപ്പോൾ നിങ്ങളോട് ഈ ഒരു മുത്തശ്ശി മാവിന് നിറം കൊടുക്കാനായിരിക്കും പറയാ. അപ്പൊ പരീക്ഷയ്ക്ക് പോകുന്ന സമയത്ത് കൂട്ടുകാരെല്ലാവരും നല്ല രീതിയിൽ ഒരു പെൻസിൽ കൊണ്ടുപോകണം. ഒരു പെൻസിലൊന്നും എടുക്കണ്ട കേട്ടോ, ഒന്നിലധികം പെൻസിലുകൾ എടുത്തോളൂ. അതുപോലെ തന്നെ ഷാർപ്നറും കൊണ്ടുപോകണം, റബ്ബർ കൊണ്ടുപോകണം. എന്നിട്ട് നല്ല പോലെ വരയ്ക്കണം. മാത്രമല്ല നിറം കൊടുക്കാനുള്ള ചോദ്യം ഉണ്ടെങ്കിൽ അല്ലെ ക്രയോൺസും നിങ്ങൾ കൊണ്ടുപോകാൻ മറക്കരുത്. അപ്പൊ നന്നായിട്ട് ചിത്രങ്ങളൊക്കെ വരച്ച് നല്ല പോലെ ഗംഭീരമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഉത്തരങ്ങൾ എഴുതുക അല്ലെ? അപ്പൊ ജീവികൾക്ക് താമസ സ്ഥലം കൊടുക്കുന്നതും ആര് തന്നെയാണ്? നമ്മുടെ മുത്തശ്ശി മാവ് തന്നെയാണ് അല്ലെ? അപ്പൊ നമുക്ക് തന്നെ താമസ സ്ഥലം നൽകുന്നു. ആർക്ക്? കിളികൾക്ക് താമസ സ്ഥലം നൽകുന്നു. അല്ലെങ്കിൽ നമുക്ക് പറയാം അല്ലെ ജീവികൾക്ക്. കിളി മാത്രമല്ലല്ലോ ഉള്ളത് അല്ലെ? അപ്പൊ നമുക്ക് എഴുതാം ജീവികൾക്ക് താമസ സ്ഥലം നൽകുന്നു. അപ്പൊ ഗംഭീരമായിട്ട് നമ്മൾ ഉത്തരം എഴുതിയില്ലേ? അപ്പൊ ഇങ്ങനെയും ചോദ്യങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പഠിച്ചു വെക്കാം, അടിപൊളിയായിട്ട് പഠിക്കാം. മറ്റൊരു ദിവസം നമുക്ക് വീണ്ടും കാണാം. Until then, bye bye.